എത്രയും സ്നേഹവും ബഹുമാനവുമുള്ള ഡോക്ടർ ജോൺ ജോർജ് അച്ഛൻ, ജോയൽ അച്ഛൻ, പ്രിയപ്പെട്ട അച്ഛന്മാരുടെ കുടുംബാംഗങ്ങളെ, ഇടവ വൈസ് പ്രസിഡൻറ്റ് ഡോക്ടർ ടി.സി. ജോർജ് സാർ, ടി.സി. വർഗീസ് സാർ, പ്രായം കൂടുന്നതിൻ്റെ ലക്ഷണമാണ്. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. വളരെ മനോഹരമായ ഗാനങ്ങൾ നമ്മുടെ ഗായകസംഘം ആലപിച്ചു. ബിജുവിനോടും റിജോയോടുമുള്ള അഭിനന്ദനങ്ങൾ ഗായകസംഘ അംഗങ്ങളോടുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. സൺഡേ സ്കൂൾ കുട്ടികൾ, സേവികാസംഘ അംഗങ്ങൾ, ഇനി സീനിയർ സിറ്റിസൺ അംഗങ്ങൾ. എൻ്റെ പ്രസംഗം മോശമാണെന്ന് വിചാരിച്ച് അവരിപ്പോൾ പുറത്തോട്ട് പോയതാണ്. അവർ പാടാനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗായകസംഘ അംഗങ്ങൾ ഇത്രയും പെട്ടെന്ന് സേവികാസംഘ അംഗങ്ങളായി മാറും എന്നത് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഞാൻ അച്ഛനോട് ചോദിച്ചു, ഈ ഗായകസംഘ അംഗങ്ങൾ മാത്രമാണോ ഈ സേവികാസംഘത്തിലുള്ളത്? അച്ഛൻ എന്നോട് പറഞ്ഞു, ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ബ്ലൗസിനകത്തൊരു ചെറിയ വ്യത്യാസം. ഞാനും ഈ അച്ഛനുമൊക്കെ സ്കൂളിൽ കുറച്ച് നാളൊക്കെ പഠിപ്പിക്കേണ്ടി വന്നതുകൊണ്ടും ചുമതല ഏൽക്കേണ്ടി വന്നതുകൊണ്ട് യൂണിഫോമൊക്കെ നോക്കുന്ന ഒരു പതിവുണ്ടായി. അതുകൊണ്ടാണ് ഈ ബ്ലൗസൊക്കെ നോക്കുന്നത്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എന്നാണ് എൻ്റെ ചിന്ത. പ്രിയപ്പെട്ട ജോൺ ജോർജ് അച്ഛനും കുടുംബവും അവർ തന്നെ ഒരു മാലാഹ വൃന്ദമാണ്. ഗായകസംഘം അംഗങ്ങളാണ്. അച്ഛൻ്റെ മോനിപ്പോൾ ക്രൈസ്റ്റ് കോളേജിലായിരുന്നു, ഇപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ മ്യൂസിക്. എത്ര ധന്യതയാണ് എന്ന് മനസ്സിലാക്കും. പ്രത്യേകിച്ച് കുടുംബമായിട്ട് അച്ഛനെ അഭിനന്ദിക്കുകയാണ്. ജോയൽ അച്ഛൻ്റെ പട്ടം കൊടയും വിവാഹവും കുഞ്ഞിൻ്റെ മാമോദിസായും ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ സംബന്ധിച്ചു. ഏതാണ്ട് ഒരു വർഷം അച്ഛൻ്റെ വീട്ടിൽ വാടകക്കാരനായി താമസിച്ചു. അന്ന് മുതലുള്ള ഒരു സ്നേഹബന്ധം. നമ്മുടെ സ്വരൂപ മുതൽ അച്ഛൻ്റെ വീട്ടിൽ, പിന്നീട് പുഞ്ചോണി ഗാർഡൻസിൽ, പിന്നീട് കുറച്ച് നാൾ ഒലിവറ്റ് അനക്സിൽ, ഇങ്ങനെ 5 വർഷം ഭദ്രാസനമായി യാത്രയയപ്പ് നൽകിയപ്പോൾ ഈ പള്ളിയിൽ നിന്നാണ്, ഇവിടെയാണ് അത് ക്രമീകരിച്ചിരുന്നത്. എന്നാൽ ഏപ്രിൽ മാസം ഞാൻ പോകുമ്പോൾ നിങ്ങളോട് യാത്ര പറയാൻ എനിക്ക് സാധിച്ചില്ല. കോവിഡ് ആയതുകൊണ്ട് അന്ന് പള്ളികളിൽ ആരാധന ഇല്ല. അതുകൊണ്ട് അച്ഛൻ എന്നെ ഇങ്ങനെ വിളിച്ചത് ദൈവത്തിൻ്റെ ഒരു നിമിത്തമായി കാണുകയാണ്. കാരണം ഇപ്പോൾ ഈ സെലിബ്രിറ്റീസിനെയാണ്, നല്ല നല്ല ഫിലിം സ്റ്റാറോ സിനി ആർട്ടിസ്റ്റോ സൗന്ദര്യമുള്ളവരോ അങ്ങനെയുള്ളവരെയാണ് സാധാരണ ക്രിസ്മസ് സന്ദേശത്തിനായി ക്ഷണിക്കുക. അപ്പോൾ അച്ഛൻ എന്തുകൊണ്ടാണ് എന്നെ ക്ഷണിച്ചതെന്ന് ഇപ്പോഴും എനിക്ക് നല്ല ഉറപ്പില്ല. എന്നാൽ അച്ഛൻ എന്നോടുള്ളൊരു സ്നേഹം, എന്നാലത് ദൈവത്തിൻ്റെ ഒരു നിമിത്തമായി എനിക്ക് നിങ്ങളെ വീണ്ടും ഒന്ന് കാണാൻ 2 വർഷത്തിന് ശേഷം യാത്ര പറയാനൊക്കെ ലഭിച്ച ഒരവസരം, വിലയുള്ള അവസരമായി ഞാൻ കാണുന്നു. ഭദ്രാസന പ്രവർത്തനങ്ങളിൽ എന്നോടൊപ്പം ആവോളം കൂടെ നിന്ന് പ്രവർത്തിച്ച പല മുഖങ്ങളെയും ഞാനിവിടെ കാണുകയാണ്. ഭദ്രാസന സേവികാ സംഘമാണെങ്കിലും ഭദ്രാസന കൗൺസിൽ അംഗമാണെങ്കിലും സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പ് അംഗം, എല്ലാത്തിലും ഈ ഇടവക മാതൃകയായിരുന്നു, കൈത്താങ്ങലായിരുന്നു. ഇടവകയോടുള്ള പ്രത്യേകമായ നന്ദി കടപ്പാട് ഈ സമയത്ത് അറിയിക്കുന്നു. അച്ഛൻ്റെ അധ്യക്ഷ പ്രസംഗവും ഗായകസംഘത്തിൻ്റെ പാട്ടുകളും കഴിഞ്ഞപ്പോൾ ഇനിയൊരു മെസ്സേജിൻ്റെ സാന്നിധ്യമില്ല. അധ്യക്ഷ പ്രസംഗം, പാഠഭാഗങ്ങൾ, പാട്ടുകൾ ശ്രദ്ധിച്ചാൽ ക്രിസ്മസ് മെസ്സേജായി. പിന്നീട് നമ്മളൊക്കെ ഈ കൂട്ടാനൊക്കെ വെക്കുമ്പോൾ ഒടുവിലൊരു കടുവ് വറുക്കണമല്ലോ, അല്ലെങ്കിൽ അതൊരു കുറവായിത്തീരും. എൻ്റെ ജോലി ഈ കടുവ് വറുക്കലാണ്. അത് പൊട്ടുവോ ഇല്ലയോ എന്നൊന്നും എനിക്ക് നല്ല നിശ്ചയമില്ല. നമ്മളെല്ലാം ഒരു ഭയത്തിൻ്റെ, ഒരു യുദ്ധത്തിൻ്റെയൊക്കെ ഒരു ഭീഷണിയിലാണ്. പ്രത്യേകിച്ച് പാലസ്തീൻ, ഇസ്രായേൽ, ഗാസ, നമ്മുടെ രാജ്യത്തെ മണിപ്പൂർ. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ക്രിസ്മസ് എങ്ങനെ ആഘോഷിക്കും
എന്നുള്ളതിനെക്കുറിച്ചൊരു സംശയം. എത്രയോ കുഞ്ഞുങ്ങൾ വധിക്കപ്പെടുന്നു, എത്രയോ കുഞ്ഞുങ്ങൾ അനാഥരായിത്തീരുന്നു. അതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു നമ്മുടെ ഗായകസംഘങ്ങൾ നല്ല പുഞ്ചിരിയുള്ളവരായിരുന്നു. ഇന്ന് അവരെല്ലാം നല്ല ഗൗരവമായി, ഒട്ടും ചിരിയില്ലാതെ, വളരെ സങ്കടത്തോടെ, നല്ല പാട്ടുകളാണ് പാടിയതെങ്കിലും മുഖത്തൊരു സന്തോഷമില്ലായിരുന്നു. പിന്നെ ആ കുഞ്ഞുങ്ങളൊന്ന് ഓടി വന്നപ്പോഴാണ് അവർക്ക് പല്ലുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അച്ഛൻ പല്ല് നോക്കിയിരിക്കുകയാണോ എന്ന് ഞങ്ങൾ ചോദിക്കുക. ഇവിടെ നിങ്ങളുടെ എല്ലാവരുടെ മുഖത്ത് നോക്കിയപ്പോഴും ഒരു വലിയ ദുഃഖം, ഒരു ദുഃഖ പശ്ചാത്തലത്തിലാണ് നമ്മളിവിടെ കരോൾ സർവീസിനായി കൂടിയിരിക്കുന്നത്. പിന്നെ ആകെ കൂടെ ഒരു ക്ഷേമമായി കണ്ടത് ജോൺ ജോർജ് അച്ഛനെയാണ്. അതിൻ്റെ കാരണം അച്ഛൻ്റെ കൂടെ എപ്പോഴും കൊച്ചമ്മ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അച്ഛന് ക്ഷേമമായിരിക്കാനേ പറ്റുകയുള്ളൂ എന്നാണ് എൻ്റെ ചിന്ത. ഇനിയിപ്പം ഇൻട്രഡക്ഷൻ അധികം നീട്ടിക്കൊണ്ട് പോയാൽ ഇനി 1-2 പാട്ടുകൾ, കുഞ്ഞുങ്ങളുടെ പരിപാടികളൊക്കെ ഉണ്ട്. ഗുരു നിത്യചൈതന്യം എഴുതി ക്രിസ്മസിനെ പറ്റി ഒരു അനുസ്മരണം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലായിരുന്നു ക്രിസ്മസ് ദിനത്തിൻ്റെ തലേ ദിവസം അദ്ദേഹം മാഞ്ചസ്റ്ററിലെ തെരുവീതിയിലൂടെ നടന്നു പോകുമ്പോൾ അദ്ദേഹം കണ്ടതാളെ കാഴ്ച, നോക്കുന്നിടത്തെല്ലാം ആയിരക്കണക്കിന് ടർക്കി കോഴികളെ കൊന്ന് തൂക്കിയിട്ടിരിക്കുന്നതായി കണ്ടു. അപ്പോൾ ക്രൂശിതനായ യേശുവിൻ്റെ ശോകമുഖമായ പ്രതിരൂപമാണ് ഗുരു നിത്യചൈതന്യം എഴുതി കണ്ടത്. ഗുരു അറിയാതെ പറഞ്ഞുപോയി, എൻ്റെ ദൈവമേ, ഭൂമിയിൽ ജനങ്ങൾക്ക് ആഹ്ലാദം, ടർക്കി കോഴികൾക്ക് ദാക്ഷിണ്യമില്ലാത്ത മരണം. ഇന്ന് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ എത്രയോ കുഞ്ഞുങ്ങൾ വധിക്കപ്പെടുന്നു. ഇനി 24-ാം തീയതി എത്രയോ കോഴികൾ, എത്രയോ മൃഗങ്ങൾ വധിക്കപ്പെടുകയാണ്. മദ്യപന്മാർ വികലമാക്കുന്നതാണ് രാത്രികൾ. ഈ ക്രിസ്മസ് രാത്രി അപകടങ്ങൾ നിറഞ്ഞ രാത്രിയാണ്, ഒരുപാട് ആക്സിഡൻസ്. എന്നാൽ ഗുരുവിൻ്റെ മനസ്സിൽ വേദനയുണ്ടെങ്കിലും ഗുരു ഇപ്രകാരം ഓർത്തു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അതാണ് മാലാഹവൃന്ദം പാടിയത്. നമ്മളേതാണ്ട് ഈ വാശി തീർക്കുന്നത് പോലെയാണ് ഈ കാലികളെ കൊന്ന് 25 നോമ്പെന്നൊക്കെ പറഞ്ഞ് 25-ാം തീയതി രാവിലെ എല്ലാ മൃഗങ്ങളെയും കൊന്ന് തിന്ന് പിന്നീട് ഡോക്ടർമാർക്കാണ് കാശ് കിട്ടുന്നത്. നിങ്ങൾ നോക്കണം, 25-ന് ശേഷം ആശുപത്രിയിലൊക്കെ പേഷ്യൻസ് കൂടുതലാണ്. കാരണം കുറച്ച് ദിവസമൊക്കെ നമ്മൾ റെസ്ട്രിക്റ്റഡ് ആയിട്ടിരുന്ന് പിന്നെ പെട്ടെന്ന് ഇതെല്ലാം കൂടെ കഴിച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു രീതി. ക്രിസ്മസിൻ്റെ സന്ദേശം ലാളിത്യമാണ്, വിനയമാണ്, വിശുദ്ധിയാണ്. എനിക്ക് വളരെ സന്തോഷം തോന്നി. വലിയ ഡെക്കറേഷൻസ് ഒന്നും അല്ലേ, എന്നാൽ ഉള്ളത് വളരെ മനോഹരമാണ്. സിമ്പിളാണെങ്കിലും ബ്യൂട്ടിഫുള്ളാണ്. അതാണ് ഏറ്റവും നല്ലത്. ഇന്ന് വീടുകളുടെ ചുറ്റും എത്രയോ നക്ഷത്രങ്ങളാണ്. താമസിക്കുന്നവരുടെ ഉള്ളിൽ ഒരു പ്രകാശമുണ്ടോ നമ്മൾ ചിന്തിക്കണം. ഇന്ന് ഈ ടെക്സ്റ്റൈൽ ഷോപ്പിലും ബാറിലും ഒക്കെയാണ് സ്റ്റാറുകൾ. അത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ളൂ. അച്ഛൻ സാന്റാക്ലോസിനെ കുറിച്ച് പറഞ്ഞു, വിശുദ്ധനായ സെയിൻറ്റ് നിക്കോളോസാണ്. എന്നാൽ ഈ അമ്പലപ്പറമ്പിലെ ചാക്യാർ കൂത്ത് പോലെ ഈ സാന്റാക്ലോസ് എന്തും പറയാൻ മടി കാണിക്കാറില്ല. ഇവിടെയും ഇനിയൊരു സാന്റാക്ലോസ് വരുന്നുണ്ട്. ഒരിക്കലും ഒരു ഇടവേൽ സാന്റാക്ലോസ് വന്നപ്പോൾ അപ്പനാണ് ടെസ്റ്റ് ചെയ്യും, എടാ നീ കണക്കൊക്കെ ശരിക്കും നോക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ മടി കാണിച്ചില്ല. അച്ഛന്മാരുടെ BP കൂടുന്ന സമയമാണ് ഈ സാന്റാക്ലോസിൻ്റെ വരവ്. നമുക്കങ്ങനെയല്ല, നമുക്കൊരു ട്രഡീഷനുണ്ട്. വ്യക്തമായിട്ട് എനിക്കറിയാം. മറിയസ്തേക്ക് കൊച്ചനോട് ഇരുന്നപ്പോൾ
അന്നത്തെ ചീഫ് ഗസ്റ്റ് എന്തുകൊണ്ടോ വരുവാൻ താമസിച്ചു അല്ലെങ്കിൽ വരുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ അച്ഛൻ ഉടനെ എന്നെ വിളിച്ചു. ഞാൻ വേറൊരു പള്ളിയിൽ മെസ്സേജ് കഴിഞ്ഞ് വളരെ വേഗത്തിൽ ഇവിടെ വന്ന് മെസ്സേജ് പറഞ്ഞത് ഓർക്കുന്നു. ഞാൻ അച്ഛനോട് പറഞ്ഞു, ഇങ്ങനെ എന്നെ ഒരിക്കൽ വഴിയിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന് മെസ്സേജ് പറയിച്ചതാണ്. അച്ഛൻ പറഞ്ഞു, അത് സാരമില്ല, അത് വർഷങ്ങൾക്ക് മുമ്പല്ലേ എന്ന് പറഞ്ഞു. ഈ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഓർമ്മ പുതുക്കലാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ബേത്ലഹേമിൽ നടന്നതായ ഒരു ചരിത്ര സംഭവം, അത് നമ്മളിന്ന് ഗാനങ്ങളിലൂടെ, സ്കിറ്റിലൂടെ, പാഠം വായിക്കുന്നതിലൂടെ, മെസ്സേജിലൂടെ ഓർക്കുകയാണ്. ഈ ക്രിസ്തു സംഭവത്തിൻ്റെ അർത്ഥം പൂർണ്ണമായി നഷ്ടപ്പെടുന്ന ഒരു ക്രിസ്മസ് ആഘോഷമാണ്. സ്വയം ശൂന്യവൽക്കരിച്ച ഒരു ക്രിസ്തുവാണ്. അതുകൊണ്ട് ഏത് വികൃത ഭാവങ്ങളെയും ക്രിസ്മസിൻ്റെ പേരിൽ സ്വീകരിക്കുക പ്രയാസമാണ്. അച്ഛൻ വളരെ വ്യക്തമായി ഭംഗിയായി ഇൻട്രഡക്ഷൻ പറഞ്ഞു. ഇതൊരു കരോൾ സർവീസാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പാട്ടുപാടി കൗമ ചൊല്ലി പ്രാർത്ഥിച്ചാണ് ആരംഭിക്കുക. എന്നാൽ നമ്മൾ സ്വർഗീയ മാലാഹമാരോട് ചേർന്ന് പാടുകയാണ്. അത് ധൂർത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും ഇടങ്ങളായിത്തീരുന്നു. മഹത്തായ ലക്ഷ്യം മറന്ന് മനുഷ്യൻ്റെ പ്രകടനങ്ങളാണ്. ഈ ബിജുവിനും റിജോയ്ക്കും ഒന്നും അങ്ങനെ വലിയ പ്രകടനങ്ങൾ അറിയത്തില്ല. ചില കൊയർ മാസ്റ്റർമാരുടെ പ്രകടനങ്ങൾ ഒന്ന് കാണേണ്ടതാണ്. ഇവരിനി ഇന്നതൊക്കെ പഠിക്കും. പാടുന്ന ആളുകൾ അല്ലേ, മാലാഹമാർ പോലും നാണിച്ചു പോകും. ഇന്ന് ഭംഗിയായി വസ്ത്രധാരണമൊക്കെ ചെയ്ത് അല്ലേ, കൊച്ചു കുഞ്ഞുങ്ങൾ തന്നെ ആ കുട്ടികളാണെന്ന് പറഞ്ഞെങ്കിലും അതിനകത്ത് അമ്മച്ചിമാർ ചട്ടയും മുണ്ടുമൊക്കെ ഉടുത്ത് വന്ന് മനോഹരമായിട്ട് അവർ പാടി. ആഡംബരം ആരുടെ ജനനമാണ്? വഴിയോരത്തിൽ ജനിച്ച ഒരു കുഞ്ഞിൻ്റെ ജനനം. കിടക്കാൻ സ്ഥലമില്ല, തൊട്ടിലാണ്. പശു തൊഴുത്തിലെന്ന് പറഞ്ഞാലും പശുക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്ഥലത്ത് അത്രയും സ്ഥലമേ കിട്ടിയുള്ളൂ. ഒരു പ്രകടന പരതയാണ് ഈ ഗായക സംഘം അല്ലെങ്കിൽ കൊയർ. ഒരു ഷോ ഓഫാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി കണ്ടതിൽ എനിക്ക് വളരെയധികം സന്തോഷം. ആട്ടിടയന്മാർ, അവർക്കൊരു അടയാളം കീറ്റുശീലയിൽ പൊതിഞ്ഞ ശിശുവാണ്. പുൽക്കൂട്ടിലാണ് ശിശു. നിങ്ങൾക്ക് അടയാളമോ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. കാരണം ആ ശിശുവിനോളം ദരിദ്രനായ ഒരു ശിശു ഈ ലോകത്തിൽ ജനിച്ചിട്ടില്ല, ഇനി ജനിക്കാൻ പോകുന്നുമില്ല. ഒരു ദരിദ്ര നാരായണനായിരുന്നു, ദരിദ്രരിൽ ദരിദ്രനായ. ആ ദരിദ്രൻ്റെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുമ്പോൾ ഇന്നത്തെ ഒരു ഭാഷയാണ് അടിപൊളിയായി. രണ്ടും നല്ല വാക്കല്ലെന്നാണ് എൻ്റെ ചിന്ത. അടിയും നല്ലതല്ല. ഇപ്പോൾ കേരളം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അടി. പൊളി, അത് പൊളി വചനമെന്ന് പറഞ്ഞാൽ കള്ളത്തരമെന്നാണ്. അപ്പോൾ അടിപൊളി എന്ന് പറഞ്ഞാൽ അത്ര നല്ല പരിപാടിയല്ല. നമ്മളറിയാതെ പറഞ്ഞു പോകും. ഞങ്ങളുടെ അപ്പൻ്റെ ശവസംസ്കാരം അടിപൊളിയായി നടന്നുവെന്ന് പറയുന്ന ഒരു കാലഘട്ടം. ശവസംസ്കാരത്തിലും യൂണിഫോം ആവശ്യമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടം. നിവൃത്തിയുണ്ടെങ്കിൽ ബ്യൂട്ടീഷ്യൻ്റെ അടുത്ത് പോയി ഒന്ന് ഒരുങ്ങി ശവസംസ്കാരത്തിൽ സംബന്ധിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടം. ഈ യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ജനിക്കുന്നില്ല എങ്കിൽ ആഘോഷങ്ങളെല്ലാം വ്യർത്ഥമാണ്. അലങ്കാരങ്ങളും വർണ്ണാഭമായ മറ്റ് ക്രമീകരണങ്ങളും പരിധി വിട്ടു പോകുമ്പോൾ ഈ കാലിത്തൊഴുത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെടുകയാണ്. അതിലെ എളിമ നഷ്ടപ്പെടുകയാണ്. ദൈവത്തെ തിരസ്കരിക്കുന്ന ദൈവജനത്തിൻ്റെ മനോഭാവം സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തക്കാരോ അവനെ അറിയുന്നില്ല. അവരുടെ
ദാരിദ്ര്യത്തെ അവഗണിച്ച് സ്വന്തം കാര്യങ്ങൾക്ക് മോടി കൂട്ടാനായിട്ട് അങ്ങനെ നമ്മൾ ശ്രമിക്കുമ്പോൾ ഈ പുൽക്കൂടിലിന് തീ പിടിക്കുകയാണ്. സത്രം സൂക്ഷിപ്പുകാരൻ അവരുടെ ദുഃഖങ്ങൾക്ക് നേരെ വാതിലടയ്ക്കുമ്പോൾ ആരെങ്കിലും ലോകം സ്നേഹിക്കുന്നുവെങ്കിൽ അത് പുൽക്കൂട് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരാണ്. തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം പിതാവ് ലോകത്തെ സ്നേഹിച്ചു. അച്ഛൻ പറഞ്ഞല്ലോ, ഇടയന്മാർ ഈ വാർത്ത അറിഞ്ഞപ്പോൾ ബേത്ലഹേമോളം ചെന്ന് കർത്താവ് നമ്മോട് അറിയിച്ച സംഭവം ക്രൈസ്റ്റ് ഇവൻ്റ് എന്നാണ്. അവർ ഇങ്ങനെ കാറേ കയറിയല്ലേ വന്നേ. ഇപ്പോൾ സാന്റാക്ലോസ് പോലും ബെൻസ് കാറിൽ ഒരു പള്ളിയിൽ വന്നു. ഞാൻ അതിന് സാക്ഷിയാണ്. അടുത്ത സമയത്ത് കണ്ടു നല്ല ബുള്ളറ്റിൽ വരുന്ന ഒരു സാന്റാക്ലോസ്. ഇവർ ബന്ധപ്പെട്ടാ പോയത്. ഇപ്പോൾ ക്രിസ്തുവിനെ കാണണമെങ്കിൽ അല്പം ബന്ധപ്പാട് സഹിക്കണം. മറിയ ബന്ധപ്പെട്ട് മലനാട്ടിലേക്ക് പോയി. വിവാഹം കഴിക്കാൻ നിശ്ചയിച്ചിരുന്ന പ്രതിസുത വധു ജോസഫിൻ്റെ ഗർഭിണിയായെന്ന് അറിഞ്ഞപ്പോൾ ജോസഫിനുണ്ടായ ബന്ധപ്പാട് ഉറക്കത്തിലായതുകൊണ്ട് പുള്ളിക്ക് എല്ലാം പിടികിട്ടിയിരുന്ന എൻ്റെ ചിന്ത. സ്വപ്നത്തിലായിരുന്നു. ഏതായാലും സമ്മതിച്ച. അത് കഴിഞ്ഞ് എന്തെല്ലാം ആ കുഞ്ഞിനെ കൊണ്ട് അഭയാർത്ഥിയായി പോവുക, പിന്നെ തിരിച്ചു വരിക, എന്തെല്ലാം കഷ്ടപ്പാടുകളാണ്. മറിയയുടെ ഹൃദയത്തിലൂടെ ഒരു വാളാണ് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ കുഞ്ഞിനെ സ്വീകരിക്കാതെ. നമ്മുടെ ഹൃദയത്തിൽ കൂടെ വാളൊന്നും പോകാൻ നമുക്ക് മനസ്സില്ല. കണ്ട ശേഷം ഈ പൈതലിനെ കുറിച്ച് തങ്ങളോട് പറഞ്ഞ വാക്കറിയിച്ചു. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഇവിടെ പറയുന്ന യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന് അന്വേഷിച്ച് വരുന്ന ആള് വിദ്വാൻമാർ. അതുകൊണ്ട് ഈ ആട്ടിടയന്മാർ വിദ്യാഹീനരാണ്, വലിയ പഠിപ്പില്ലാത്തവരാണ്, അവർ തൊഴിലാളികളാണ്, ജോലിക്കാരാണ്, അധ്വാനിക്കുന്നവരാണ്, മറ്റൊരു ശാസ്ത്രജ്ഞന്മാരാണ്, പ്രത്യേകിച്ച് നക്ഷത്രത്തെക്കുറിച്ച് പഠിക്കുന്നവരാണ്. അപ്പോൾ എല്ലാവരെയും കൂടെ ഉൾപ്പെടുന്നതാണ് ഈ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും വേണ്ടിയാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. ജനിക്കാൻ ഇടമില്ലാത്തവൻ്റെ ജനനമാണ്. എല്ലായിടത്തും മുട്ടിയെങ്കിലും ആരും തുറന്നു കൊടുക്കുന്നില്ല. ഈ നക്ഷത്രത്തെക്കുറിച്ച് അച്ഛൻ പറഞ്ഞു, പ്രകാശിക്കുന്ന ഒരു കർത്താവാണ്. ഇന്ന് നക്ഷത്ര വിളക്കുകൾ തന്നെ കോമ്പറ്റീഷനാണ് അല്ലേ? വീടിന് ചുറ്റും അത്യാവശ്യം നല്ല പട്ടിക്കൂടാണെങ്കിൽ പട്ടിക്ക് ഇരിക്കട്ടെ ഒരു സ്റ്റാർ. കാരണം ഇതെല്ലാം വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അതുകൊണ്ട് പട്ടിയെ നമ്മളെക്കാൾ കാര്യമായിട്ടാണ് ആളുകൾ നോക്കുക അല്ലേ? ഞാനിതിനൊന്നും വിരോധമല്ല. നിങ്ങൾ അവിടുത്തെ സ്റ്റാറൊന്നും അഴിച്ചു മാറ്റണ്ട. എന്നാൽ പോലും ഈ കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ നമസ്കരിക്കാൻ വന്നു. അപ്പോൾ ഓരോ നക്ഷത്രവും അച്ഛൻ പറഞ്ഞു ഈ കുഞ്ഞിനെ ഓർമ്മിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് വീടിന് ചുറ്റും നക്ഷത്രം പ്രയോജനമില്ല. നമ്മുടെ ഹൃദയത്തിൽ, ജീവിതത്തിൽ ഈ നക്ഷത്രം ഉദിക്കണം. അതാണ് യെശയ്യാപ്രവാചകൻ പറഞ്ഞത്. ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം. പാതിരാവിലും പ്രപഞ്ചമാകെ പ്രകാശിച്ചു. അവനില്ലാത്ത പ്രപഞ്ചം വെറും ഇരുൾ മാത്രമായിരുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ പറയുന്നത്, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ ആബ്സെൻസ് ആണ് ഇരുട്ട് എന്ന് പറയുന്നത്. ആബ്സെൻസ് ഓഫ് ക്രൈസ്റ്റ് ഈസ് ഡാർക്ക്നെസ് ആൻഡ് പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ് ഈസ് ലൈറ്റ്. യേശുവില്ലാത്ത മനസ്സും യേശുവില്ലാത്ത ദേശവും യേശുവില്ലാത്ത സൗഹൃദവും, അച്ഛൻ പറഞ്ഞു യേശുവില്ലാത്ത കുടുംബവും എല്ലാം അന്ധകാരപൂർണമാണ്. സെയിൻറ്റ് നിക്കോളവസ്
നമ്മളിപ്പോൾ സാന്റാക്ലോസിനെയൊക്കെ സ്വീകരിക്കും. ആർദ്രതയുടെ ആൾ രൂപമായിരുന്നു, കരുണയുടെ ആൾ രൂപമായിരുന്നു, കാവലിൻ്റെ ആൾ രൂപമായി. ക്രിസ്തു ആർദ്രതയുടെയും കരുണയുടെയും കാവലിൻ്റെയും. വളരെ രഹസ്യമായിട്ടാണ് ഈ സാന്റാക്ലോസ് സമ്മാനങ്ങളൊക്കെ കൊണ്ട് കൊടുത്തിരുന്നത്. ഇന്ന് നമ്മൾ എന്തെങ്കിലും സമ്മാനം കൊടുക്കുമ്പം അത് പരസ്യമായിട്ടാണ്. ഇന്ന് നമ്മളെ ആരെങ്കിലും സന്ദർശിച്ചാൽ നമ്മുടെയൊക്കെ ഫോട്ടോ എടുത്ത് അതോടെ അല്ലേ മൊബൈലിലിടും. ഇപ്പോൾ സേവ്യാ സംഘക്കാർ വന്നു സന്ദർശിച്ചു, റിട്ടയർഡ് അച്ഛന്മാർ സന്ദർശിച്ചു, ഭദ്രാസനത്തിലെ കൊച്ചമ്മമാർ സന്ദർശിച്ചു. അപ്പോഴെല്ലാം നമ്മൾ ഒരുങ്ങി നിൽക്കണം ഫോട്ടോ എടുക്കാൻ, അല്ലേ? ഇന്ന് പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് കാർഡുമായി ഞങ്ങളെ സന്ദർശിച്ചു. അവരും പറഞ്ഞു ഫോട്ടോ എടുക്കണം. മന്ത്രിക്ക് അയച്ചു കൊടുക്കും. ഞാൻ അങ്ങനെ ഒരുക്കാഞ്ഞുകൊണ്ട് കൊച്ചമ്മയുടെ ഫോട്ടോ എടുത്ത് അവരയച്ചത്. കൊച്ചമ്മ അത്ര ഒരുങ്ങിയുമില്ല. ഇങ്ങനെയൊരു ഡൽഹിക്ക് പോകുന്നൊന്നും ഫോട്ടോ എടുത്തിട്ട് ചോദിച്ചാൽ അങ്ങ് എടുത്തോളാൻ പറഞ്ഞു. കാരണം അടുത്ത സമയത്ത് വന്നവരെല്ലാം ഈ ഫോട്ടോ എടുത്തുകൊണ്ട് പോയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു ഇതൊരു പതിവാണ് എന്ന് മനസ്സിലായി. ഈ സമ്മാനങ്ങൾ കൊടുക്കുന്നത് വലം കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയരുതെന്ന് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ആവരുത്. ഈ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലീത്ത അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർക്കും അരമനയുടെ ചുറ്റുപാടുമുള്ളവർക്കൊക്കെ കേക്കും കാർഡും ഒക്കെ അയക്കുമായിരുന്നു. അന്ന് റാന്നിയിലെ പോസ്റ്റ്മാൻ പറയുകയാണ്, എനിക്ക് ആദ്യമായിട്ടാണ് ഒരു ക്രിസ്മസ് കാർഡ് കിട്ടുന്നത്. ഞാൻ എത്രയോ പേർക്ക് ക്രിസ്മസ് കാർഡ് വീട്ടിൽ കൊണ്ട് കൊടുക്കും. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ക്രിസ്മസ് കാർഡ്. നമ്മുടെ വീടുകളിൽ ജോലി ചെയ്യുന്നവർ, ചുറ്റുപാടും പാർക്കുന്നവർ. ഞാനിത് പ്രസംഗിക്കുമ്പോൾ ഞാൻ എൻ്റെ ഈ മുടിയൊക്കെ വെട്ടി വൃത്തിയാക്കുന്ന, അല്ലെങ്കിൽ എത്ര വൃത്തിയായാലും എനിക്ക് വൃത്തിയില്ല, അങ്ങനെ സുന്ദരനൊന്നുമല്ല, എന്നാൽ പോലും അയാൾക്കൊരു ക്രിസ്മസ് കേക്ക് കൊടുത്തിട്ടേ മെസ്സേജിന് പോകാറുള്ളൂ. അത് പറയാനല്ല ഞാനിത് പറഞ്ഞത്. ശാന്തരാത്രി തിരുരാത്രി എന്ന് ഇനി പാടും. ക്രിസ്മസ് രാത്രികൾ എങ്ങനെയാണ് നമ്മളെല്ലായ്പ്പോഴും ചിന്തിക്കണം. ഇത് സമാധാനത്തിൻ്റെ സന്ദേശമാണ്. ദൈവപ്രസാദമുള്ള മനുഷ്യർക്കാണ് സമാധാനം. നല്ല മനസ്സും ദൈവകൃപയുമാണ് നമുക്ക് സമാധാനം നൽകുന്നത്. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർച്ചു എന്നാണ് പറയുക. സമാധാനത്തിൻ്റെ മാർഗം അനുരഞ്ജനത്തിൻ്റെ മാർഗമാണ്. ദൈവം ഭൂമിയുമായി അനുരഞ്ജനപ്പെട്ടിരിക്കുകയാണ്. ജനിക്കാൻ ഇടം നിഷേധിച്ചവരോട്, അഭയം തേടിയപ്പോൾ ആട്ടിറക്കിയവരോട്, തൻ്റെ ജീവന് വേണ്ടി വാള് മിനുക്കുന്ന ഹെരോദാസവനോട് ആ ശിശുവിന് പരാതിയില്ല, ശത്രുതയില്ല. അതുകൊണ്ട് ക്രിസ്മസിൻ്റെ സന്ദേശം മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നമുക്ക് സാധിക്കണം. അന്ധകാരത്തിൽ കഴിഞ്ഞവർക്ക് വേണ്ടി പ്രകാശം ഉദിച്ച ദിനമാണ് ക്രിസ്മസ്. ഈ തിരുജനനം കൊണ്ട് അവർ ജീവിതം മാറ്റിമറിച്ച ആളുകളാണ് ദരിദ്രർ, രോഗികൾ, പാപികൾ. ആ കൊടുതലുള്ളവർക്കാണ് ക്രിസ്മസ് സന്ദേശം. ഞാൻ അവസാനിപ്പിക്കട്ടെ. ക്രിസ്മസ് രാത്രിയിൽ അസമാധാനം അനുഭവിച്ച ഏക വ്യക്തി ഹെരോദ രാജാവാണ്. കാരണം എന്താ? അധികാരമോഹവും സ്വാർത്ഥ ലക്ഷ്യങ്ങളും സ്ഥാപിത താല്പര്യങ്ങളുമാണ്. ഇന്നും അധികാരവർഗവും ഭരണകൂടവും നിക്ഷിപ്ത താല്പര്യക്കാരും യേശുവിനെയും സഭയും ശത്രുതാ മനോഭാവത്തോടുകൂടിയാണ് കാണുന്നത്. സ്വാർത്ഥത, സെൽഫിഷ്നെസ് അല്ലേ? ക്രിസ്മസ് സ്നേഹമാണ്, സമാധാനമാണ്, സന്തോഷമാണ്. ക്രിസ്തുവിന് ജനിക്കുവാനായിട്ട് ഇടം നൽകണം. അന്ധകാര ശക്തികൾ പ്രബലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇരുട്ട് വ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഒരു ചെറിയ തിരിയായി, ഒരു ചെറിയ നക്ഷത്രമായി പ്രകാശം കൊടുക്കുവാൻ ദൈവം നമുക്ക് ഈ വർഷത്തെ ക്രിസ്മസ് മൂലം ഇടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും വളരെ സന്തോഷകരമായൊരു ക്രിസ്മസും സമ്പൽ സമൃദ്ധമായ ഒരു പുതുവത്സരവും ആശംസിക്കുന്നു. എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട
ജോൺ ജോർജസിനോടും ഇടവക ചുമതലക്കാരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും കാത്ത് പരിപാലിക്കട്ടെ.